ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ബാല്യകാലത്തിൽ നമ്മൾ ഉണ്ടാകുന്ന ഓരോരോ കുസൃതികളും ഓരോരോ തമാശകളും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും നമുക്ക് ഇന്നിപ്പോൾ അത് ഓർക്കുമ്പോൾ നല്ലൊരു തമാശയായിട്ട് തോന്നുന്നുണ്ട്. ആ സമയത്ത് നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് 2-3 വീട്ടിലുള്ള പിള്ളേർ കൂടി നമ്മൾ പോലത്തെ ആൾക്കാരും കൂടി പോയിട്ട് നമ്മൾ പുഴക്കരക്കാന്ന് എപ്പം പുഴക്കര ഉച്ച സമയത്താകുമ്പോൾ വെള്ളം ഏറ്റം പോകുന്ന സമയത്ത് ഇറങ്ങിപ്പോകുന്ന ഇറക്കത്തിനാണ് നമ്മൾ പോയിട്ട് പണിയെടുക്കുക. പുഴയിൽ കയറി കഴിഞ്ഞിട്ട് പുഴയിൽ നിന്നിട്ട് പുഴയിൽ വെള്ളം അങ്ങ് താണങ്ങ് എത്തിയിട്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തുണിയെല്ലാം എടുത്ത് നമ്മൾ ചാക്ക് എടുത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്ര നമ്മൾ വരും. അങ്ങനെ 2-3 കൂടി തുണി കെട്ടി മട്ടത്തിലാണ് വാരിയിടുക. ഇതിലേക്കൂടി ഇങ്ങനെ ബാക്കിലേക്കൂടി മട്ടം കെട്ടി മുമ്പിലേക്കത്തെ മട്ടത്തിലാണ് വാരിയിടുക. ഇത് നമ്മൾ വാരി നമ്മൾ മുമ്പിൽ മട്ടത്തിൽ വാരിയിടും. മട്ടം കെട്ടിയിട്ട് ആ മട്ടത്തിൽ വാരി ഇട്ടിട്ടാകുമ്പോൾ നമ്മൾ കരക്കൊണ്ട് ചെരിഞ്ഞിട്ടാകുമ്പോൾ ഇതെന്ന് വെച്ചാൽ അങ്ങനെ 2-3 വട്ടം പോയി കയറി ഇങ്ങോട്ട്. അതേപോലെ ഈ വിറകിന് ഉണങ്ങിയ വിറകുണ്ടാവും. പ്രത്യേകിച്ചും ഈ വർഷത്തിൽ ഒലിച്ച് വന്ന് വിറക് അങ്ങനെ മണ്ണും പൂഴി എല്ലാം കൂടി ഒലിച്ച് വന്ന് ഇങ്ങനെ ഓരോ കൂനയിൽ ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പുഴക്കാരായി ഇങ്ങനെ. ആ പുഴക്കാരൻ്റെ മേലെ ഓരോ ചെറിയ കൊള്ളി കുത്തിയിട്ടുണ്ട്. കൊള്ളി ഉണ്ടാവും കുത്തി പോയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ നീക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല വണ്ണമുള്ള വിറകും വലിയ വിറകും നമുക്ക് കത്തിക്കാൻ മാത്രം ഇഷ്ടം പോലെ വിറകും കിട്ടും. അതും എടുത്തിട്ട് കൊണ്ടുവരും. അതും കൊണ്ടുവന്ന് നമ്മളതിങ്ങനെ എടുത്ത് അത് നല്ല ഒന്നും തോലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വിറകാണ്. മണ്ണും എല്ലാം പോയി ദ്രവിച്ചിട്ട് അതിൻ്റെ തോലെല്ലാം ദ്രവിച്ച് നല്ല വെറും തടി മാത്രമുള്ള ഒരു വിറകാണ്. ആ വിറക് എടുത്ത് കൊണ്ടുവന്നിട്ട് അപ്പാടന്നെ അന്ന് ഇപ്പോൾ അവിടെ വെയിൽ കൊണ്ട് നമ്മൾ പൊറുക്കിക്കൊണ്ട് കരക്കിട്ട് അന്ന് തന്നെ കത്തിക്കാൻ പറ്റും. ഉണങ്ങിയ വിറകായിരിക്കും. അങ്ങനെ അതെല്ലാം എടുത്ത് കൊണ്ടുവന്ന് നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ എടുക്കുക വെച്ചാൽ ഈ കലത്തിൻ്റെ അകത്ത് തീ പറ്റിച്ച് വിറകെടുത്ത് അടുപ്പത്ത് വെച്ച് ഈ കലത്തിൻ്റെ അകത്ത് നമ്മൾ ഈ കൂർക്ക കൊണ്ടുപോയിട്ട് കലത്തിൻ്റെ അകത്തിട്ട് അടുപ്പത്ത് വെച്ച് അത് വെള്ളം ഒഴിച്ച് വെച്ച് അടുപ്പത്ത് വെച്ച് വാങ്ങി വേറെ പാള എടുത്തുകൊണ്ട് വെക്കും. പാള അതിൻ്റെ അടിയിൽ കുറച്ച് പാള വിരിക്കാനും എടുത്ത് വെക്കും. എന്നിട്ട് ഈ പാള എടുത്ത് വെച്ചിട്ട് ഈ പാളേൻ്റെ അകത്ത് ആക്കിയിട്ട് അത് പൂങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ കൂട്ടയിലെടുത്ത് തട്ടും. നമ്മൾ പറിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരേപോലെ പച്ച വായുവലോണ്ട് ഒരുപോലെ കയറും. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പാള എടുത്തിട്ട് നമ്മൾ ഈ ചൂടോടെ തന്നെ ഈ പാളേൻ്റെ അകത്ത് കുറച്ച് കയ്യിലോണ്ട് കോരിയിടും. എന്നിട്ട് നമ്മൾ 2 കൈയോട് ഇങ്ങനെ മുറത്തുനിന്ന് പാറ്റുമ്പോൾ ഇങ്ങനെ 2 കൈയോട് ഇങ്ങനെ പാറ്റിയിടും. 2 കൈയോട് ഇങ്ങനെ അപ്പുറം പിടിച്ചിട്ട് പാള പാറ്റി ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ഇറച്ചി ഉണ്ടാവും. നമ്മൾ ഈ മേലെ വേറെ പാളയിൽ വന്ന് വീണിട്ട് അല്ലെ തുണി ഇങ്ങനെ വിരിക്കും. ആ തുണിയിനകത്തുണ്ടാവും വന്ന് വീണിട്ട്. ആ തുണിയിനകത്ത് വന്ന് വീണ ആ ഇറച്ചിയെല്ലാം നമ്മൾ പൊറുക്കിക്കൊണ്ട് പിന്നെ അതിലെന്തെങ്കിലും ഓരോന്ന് ഒഴിവുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് പൊറുക്കിയിട്ട് എടുക്കും. അങ്ങനെ അതെല്ലാം തിരിഞ്ഞ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എടുക്കുക വെച്ചാൽ ഈ കൂർക്ക കൊണ്ടുപോയിട്ട് അത് നമ്മൾ തിരുമ്പി കഴുകുമ്പോൾ അതിൻ്റെ ഈ കൂർക്ക തീട്ടം കളഞ്ഞ ഒരു കറുത്ത സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതെന്ന് വെച്ചാൽ ആ തലക്ക് പിടിച്ച് നമ്മൾ ഞെക്കി കളഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ തലക്ക് ഞെക്കിയിട്ട് തിരുമ്പി കഴിഞ്ഞിട്ട് ആക്കി വെച്ച് നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വറുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം കൂർക്ക ഇല്ലണ്ട. ഇപ്പം ഞാനിപ്പോൾ പണ്ടത്തെ കാലം കൂർക്ക വറുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോകാൻ പറ്റുന്ന സമയത്താണ് ഞാൻ ആടെയാണ് കാണിച്ചു തരുന്നത്. അത് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് വറക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലപോലെ മഞ്ഞളും പറങ്കി മുളകും എല്ലാം ഉപ്പും എല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ അടുപ്പത്തിട്ട് അതിൽ അടുപ്പത്തിട്ടിട്ട് നമ്മൾ കുറച്ച് തേങ്ങയും ചിരകി വെക്കുക. അതിന് കുറച്ച് ഉള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ട് ഉള്ളിയും കരിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് അതിലിട്ട് വാട്ടിയിട്ടാകുമ്പോൾ ഈ കൂർക്കെടുത്ത് അതിലിട്ടിട്ട് പച്ചമുളക് എല്ലാം കൂടി വാട്ടിയിട്ട് കൂർക്കെടുത്ത് അതിലിട്ട് അത് വറവായ വെന്തും തോന്നി ഇങ്ങനെ ഇളക്കി ഒരുപോലെ വെന്താൽ മതി. വെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അത് തേങ്ങയെല്ലാം കൂടി അതിലെല്ലാം ഇട്ട് വാട്ടി എടുത്തോളൂ. അത് വിളമ്പിയിട്ടാകുമ്പോൾ അതായിട്ടാകുമ്പോൾ എന്താ അതിൻ്റെ രുചി പറയേണ്ട, അതിൻ്റെ മണവും പറയാൻ കഴിയില്ല. അതിങ്ങനെ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ അത് വിളമ്പി അത് അപ്പാടന്നെ അത് നമ്മൾ ചോറും ആയാൽ ഇത് മാത്രമേ വേണ്ടൂ. വേറെ ഒരു കറിയും നമുക്ക് വേണ്ട. അത് തന്നെ കിട്ടിയാൽ ധാരാളം ഇഷ്ടം പോലെ നമ്മൾ ചോറ് തിന്നും പോലെ ഇഷ്ടം പോലെ തിന്നാനുണ്ടാവും. അതിൻ്റെ രുചിയങ്ങ് പറയാൻ കഴിയില്ല. നമ്മളത് ഈ ചോറും അപ്പുറമായിട്ടാകുമ്പോൾ ഇതിങ്ങനെ ഇളക്കി നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി നല്ല വൃത്തിയിൽ ആക്കി ആ വറവും ആക്കി നമ്മളൊരു പാത്രത്തിലാക്കി അവിടെ വെച്ചാൽ അത് നല്ല സുന്ദരമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും. അങ്ങനെ അങ്ങനെയുള്ള നല്ല കാലങ്ങളായിരുന്നു അന്നത്തെ കാലത്ത്. തിന്നാൻ കറി വെക്കാൻ അതെല്ലാം നല്ല രുചി, ഒരു വിഷമില്ലാത്ത സാധനങ്ങളാണ്. ഒരു ഐസ് ഉണ്ടാവും ഒന്നുമില്ല. അങ്ങനെ ഇപ്പോഴത്തെ മത്സ്യത്തിന് വരെ വിഷമാണ്. അന്നുള്ള മത്സ്യം എങ്ങനെ വെച്ചാൽ നമ്മൾ അറബിക്കടലിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന മത്സ്യമാണ് നമുക്ക് പുഴക്കരയ്ക്കേ കൂടി നമുക്ക് തോണിയിലേക്ക് കൂടി കൊണ്ടുവന്നിട്ട് നമുക്ക് മത്സ്യം തരുന്നു. നല്ല ഒറിജിനൽ മത്സ്യമാണ്. അന്ന് നമുക്ക് വിഷമില്ലായിരുന്നു, ഒന്നും വിഷമില്ല. പിന്നെ ഇല്ലെങ്കിൽ പുഴക്കയിൽ നിന്ന് നമുക്ക് തിരുതാന്ന് പറയുന്ന സാധനമുണ്ട്. പുഴയിൽ അവർ പിന്നെ തിരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. അത് കത്തിച്ചിട്ട് തിരിചാടിയാൽ ഈ മത്സ്യം തിരുതാന്ന് പറഞ്ഞ ഒരു മത്സ്യം, വലിയ മത്സ്യം അതിങ്ങനെ തുള്ളുന്ന കാണുമ്പോൾ അവരവിടെ ഇട്ട് കഴിഞ്ഞാൽ അടിയുള്ള കൂട്ടങ്ങളെ തേച്ചും അവർക്ക് കിട്ടും.
അത് നമ്മൾ ഒലിച്ച് വന്നാൽ തേച്ചും വാരിയിട്ട് അവർക്ക് നല്ല പൈസ. പിന്നെ അഥവാ ഇങ്ങനെ ദൂരെ ഹോട്ടലിൽ നിൽക്കും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ താഴത്തിൽ കൊണ്ട് അങ്ങനെ ഒലിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സമയം ഒന്നുകൂടി കിട്ടിയെന്ന് വരും. അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. അങ്ങനെയാണ് പണ്ടത്തെ കാലത്തെ കഥ. ഇന്നിപ്പം നമ്മളിപ്പം ഇതെല്ലാം ഒരു പോരുമല്ല, അങ്ങനെയുള്ള കാലമായിരുന്നു പണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ പൈസ കൊടുത്ത് മത്സ്യക്കറി മേടിക്കലോ അല്ല മത്സ്യം മേടിക്കലോ കൂർക്ക മേടിക്കലോ മറ്റുള്ള ഒന്നും ഞങ്ങൾ പൈസ കൊടുത്തു. ഇങ്ങനെ കൂർക്ക വെക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ സമയത്താകുമ്പോൾ നമ്മൾ കൂർക്ക വെക്കും. ഈ കൂർക്കയും ചക്കയും കൂടി ഇട്ടിട്ട് വെക്കും. ചക്ക വേവിച്ച് വറുത്തിട്ട് പോയി കൂർക്ക ഇട്ടിട്ട് നമ്മൾ ചക്ക വെച്ചിട്ടാകുമ്പോൾ അതെല്ലാം കൂർക്കയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ അതെല്ലാം നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അതെല്ലാം അങ്ങനെയെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കും. അങ്ങനെയാണ് പണ്ടത്തെ കാലം. ഈ സമയത്ത് നമുക്ക് ഈ എല്ലാ സമയത്തൊന്നും നമ്മൾ ശർക്കര കിഴങ്ങ് നട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1 മാസം 2 മാസത്തിനുണ്ട് ശർക്കര കിഴങ്ങ് നമ്മൾ ഉണ്ടാവും. അത് നമ്മൾ കിളച്ച് കൊണ്ടിട്ട് അത് അന്നേരം കൊടുക്കുകയൊന്നുമില്ല, കൊടുക്കാൻ നമുക്ക് തന്നെ ആവശ്യമല്ലേ. അത് കിളച്ച് വേണം നമ്മൾ 1 മാസമൊക്കെ അവിടെ കൊണ്ട് കൂനിൽ കൂട്ടി കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞേനെ അത് വെള്ളം വലിഞ്ഞ് ഒറ്റ കെട്ടുപോകില്ല. ഈ ശർക്കരയ്ക്ക് എങ്ങനെയുണ്ട് വെള്ളം വലിഞ്ഞ് നല്ല മധുരമായിട്ട് തിന്നാൻ വിടില്ല. നമുക്ക് പിന്നെ ദിവസവും അതന്നെ തിന്നുകയും ചെയ്യുക. കറിവെക്കടുക്കിൽ ആക്കിയിട്ട് അങ്ങനെ ചുരണ്ടിയിട്ട് അങ്ങനെ വെക്കാം. നമ്മൾ അങ്ങനെ തന്നെ പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അങ്ങനെ വെടിക്ക് ചായക്കടി അങ്ങനെ തിന്നാം. അങ്ങനെയെല്ലാം ഉള്ള കാലമാണ് അന്നത്തെ കാലം, ഇന്നത്തെ കാലമല്ല. പണ്ടത്തെ കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ പോലെ ഈ നെയ്ച്ചോറ് വെക്കാൻ നമ്മൾ കുഞ്ഞേരിൻ്റെ ഈ നേരിയരി നമ്മൾ വാങ്ങുന്നില്ല. ഇപ്പോഴത്തെ അരി ബന്ധപ്പച്ചേരി നമ്മൾ നേരിയരി പൈസ കൊടുത്ത് മേടിക്കുന്നില്ല. അന്ന് അങ്ങനെയല്ല. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞ് നെല്ലിൻ്റെ അരി, കുഞ്ഞേല് എന്നിട്ട് ഒരു നേരിയൊരു ചുവന്ന നെല്ലുണ്ട് കുഞ്ഞേല്, നമ്മളത് കൃഷി ചെയ്യുക. അത് നമുക്ക് ഒരു ചെറിയൊരു കണ്ടത്തിൽ നമ്മൾ കൃഷി ചെയ്ത് നെല്ലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മളെടുത്ത് തിരക്കിയിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് പോലെ വെക്കുക. അതിൻ്റെ രുചിയും മണവും പറയാൻ കഴിയില്ല. അങ്ങനെ പായസം വെച്ചാലും നല്ല രുചിയാണ്, നല്ല രസമാണ്. അങ്ങനെയാണ് പണ്ടത്തെ കാലം. ഇന്നലെ ഇപ്പം പുറത്തുനിന്ന് പൈസ കൊണ്ട് നേരിയരി മേടിച്ച് നെയ്ച്ചോറെല്ലാം വെക്കാൻ അതിനായിട്ടുള്ള പ്രത്യേകതയുടെ അരിയെല്ലാം മേടിക്കുന്നു. നമ്മൾ അന്നത്തെ കാലം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ കണ്ടം കൃഷി നടത്തുന്നത് വരെയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യല്. ഒരു കണ്ടം ഈ അത് നല്ല തരക്കിയിട്ട് നമ്മൾ ഉപ്പും തേങ്ങയിലിട്ടിട്ട് വെച്ചാലും നല്ല രുചിയാണ്. അത് തിന്നാൻ പിടിയില്ല, അങ്ങനത്തെ ഒരു രസമുള്ള അരിയാണത്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാതൊരു കാലമാണ്. അങ്ങനെയാണ് ഇന്നത്തെ കാലം. അന്നത്തെ കാലം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമ്മൾ അതന്നെ പിന്നെ എന്താ എല്ലാ സാധനത്തെ വെച്ചാൽ ഇംഗ്ലീഷ് വളവും വരുന്ന ഒരു പരിപാടിയില്ല. പിന്നെ അതെല്ലാം നമുക്ക് കിട്ടുമ്പോൾ അങ്ങനത്തെ വളമൊന്നുമില്ല. പിന്നെ നമുക്ക് എല്ലാറ്റിനും അന്ന് ഇന്നത്തെ പോലെ ഇഷ്ടാനുസരണം പോലെ തിന്നാൻ കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ. അന്ന് നമുക്ക് ജീവിക്കാൻ തോന്നുന്നു, അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ നാട്ടിലായാലും നമ്മളൊരു കപ്പയ്ക്ക ഒരു കായാന്ന് പറിച്ച് നമ്മൾ വെക്കുക, അങ്ങനെയുള്ള അല്ലാണ്ട് നമുക്ക് അങ്ങനെയാണ് ഇവിടെയുള്ള കാലം. അതുകൊണ്ട് ഇന്നത്തെ കാലം അതുപോലെയല്ല. ഇന്നത്തെ കാലം വെച്ചാൽ ഇഷ്ടംപോലെ മക്കൾക്ക് തിന്നാതെ എന്നാ വേണ്ട എല്ലാം പീടികയിൽ നൽകുന്നു വാങ്ങിയിട്ട് ഇന്ന് പൈസയും ഉണ്ട്, ഇഷ്ടംപോലെ തിന്നാനും ഉണ്ട് മക്കൾക്ക്. ഇന്നിപ്പം നമ്മളെ സാധനങ്ങളെല്ലാം വേണ്ട, ചക്ക വേണ്ട, മാങ്ങ വേണ്ട, മറ്റുള്ളത് വേണ്ട. ഇന്ന് വേണമെന്ന് വെച്ചാൽ ജ്യൂസ്, മറ്റേ നാരങ്ങ, മൂസമ്പി, മറ്റേ പഴങ്ങൾ, അങ്ങനെയുള്ള ജ്യൂസുകളും ചെറിയ നല്ല നല്ല ഭക്ഷണങ്ങൾ, ഇറച്ചി, മീൻ, നെയ്ച്ചോറ്, ബിരിയാണി, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വേണ്ടത്. പക്ഷെ പണ്ടത്തെ കാലം നമ്മളത് അങ്ങനെയല്ല. നമ്മളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പണ്ടത്തെ കാലം ചക്ക, മാങ്ങ, താള് കറി, കർക്കിടക മാസമാകുമ്പോൾ താള് കറി, തവരക്കറി, മുരിങ്ങാച്ചപ്പ് കറി. കർക്കിടക മാസം മുരിങ്ങാച്ചപ്പ് കൂട്ടില്ല, ബാക്കി എല്ലാ മാസവും മുരിങ്ങാച്ചപ്പ് കറി വെക്കും. ഈ താള് പറിച്ചിട്ട് ഓലം വെച്ചാൽ അന്നേരം ഈ ചക്കക്കുരു ഉണ്ടാവുമല്ലോ, ചക്കേൻ്റെ സമയം കഴിഞ്ഞ് പോയാൽ ചക്കക്കുരു പിന്നെ മുറിച്ചിട്ട് അവിടെ വെക്കും. ആ ചക്കക്കുരും കൂടി ചുണങ്ങി കൂട്ടി 4ആയി കീറിയിട്ടിട്ട് ഈ താള് ചെത്തിയിട്ട് താളും കൂടി ഓലം വെച്ചിട്ട് അതിൻ്റെ ഒരു ചുവന്ന ഉള്ളിയും വറുത്തിട്ടിട്ട് അതിങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രസം പറയാൻ കഴിയില്ല. എത്ര ചോറുണ്ടെങ്കിലും ഇവിടെ കിടത്തുണ്ടാവും ഇങ്ങനെ വാരി തിന്നാലും അത്രയും ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റൊന്നും ഇന്നിപ്പം നമുക്കൊരാൾക്കും പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം കഴിക്കാതെ കൊണ്ട് അത് ഇന്നും ഞങ്ങളെല്ലാം ഇപ്പോൾ ഇന്നും അത് പിന്തുടരുന്നുണ്ട്. ചക്കക്കുരു ഇപ്പം എനിക്കത്തെ ചക്കക്കുരു ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ താളിൻ്റെ സമയം താള് പറിച്ച്, താളോ ചേമ്പിൻ്റെ ഉണ്ടോ എന്തെന്നായാലും താളല്ലേ അതിനെക്കാട്ടി നല്ല താള് പറിച്ച് ഓലം വെച്ച് നല്ല ചുവന്ന ഉള്ളിയെല്ലാം വറുത്തിട്ട് ഉള്ളിയെല്ലാം ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റോടെ കർക്കിടക മാസം ചൂടോടെ അത് കഴിക്കുന്ന പരിപാടി ഇപ്പം നമുക്കുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. എൻ്റെ ഇതെല്ലാം അങ്ങ് മാറിയിട്ട് ചക്കക്കുരു അങ്ങ് ബാക്കി ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. താളുണ്ടാവും, എന്തായാലും താള് പൊടിച്ച് വരും. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളെല്ലാം സംഭവം ഉള്ളത്. നിങ്ങൾ ഇന്നത്തെ കാലം ആർക്കെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ? നാണക്കേട്, കൂർക്ക എടുക്കാൻ പോകുന്നു, കൂർക്ക വരാൻ പോകുന്നു എന്ന് ചോദിക്കൂലേ? ഇന്ന് നമ്മൾ അന്നേരം എല്ലാവരും പോയിട്ട് കൂർക്ക വാരി നമുക്ക് ഇഷ്ടം പോലെ സാധനമായി ആർത്തിക്കെത്തി. ഇപ്പോൾ ഇന്നിപ്പം വെച്ചാൽ നാളേക്കും കൂടിയായി. അങ്ങനെ പിന്നെ അതിന് ഇച്ചുളി കൊടുത്താൽ അന്നേരം ഒരു ടിന്നിന് 50 പൈസയുണ്ട്. ഒരു ടിന്ന് ഇച്ചുളി, ഒരു ടിന്ന് വെച്ചാൽ ഇത്ര വലിയ ടിന്നാണ്. നമുക്കൊരു 10 സേറാണ് അതിൻ്റെ കണക്ക്. അത്രപ്പോഴത്തെ ഒരു ടിന്നിന് 50 പൈസ നമുക്ക് കിട്ടുമെന്ന്.
അന്നേരം കുറേ നാൾ കൂടുമ്പോൾ കുറച്ച് ഈ ചൂടി ഉണ്ടാവും പൊരിക്കാൻ പോയാൽ അത് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒന്നുമില്ലെങ്കിൽ അന്ന് നമ്മൾ പഴയടുത്തുണ്ടാക്കിയെന്നുള്ള ആൾക്കത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ലെങ്കിൽ ഒരു ഉടുപ്പ് പണിക്കാനെങ്കിൽ ഒരു പൈസ നമുക്ക് ആ ഈ ചൂടീൻ്റെ വകയിൽ നമുക്ക് കിട്ടും. അതും നമുക്ക് വലിയൊരു കാര്യമല്ലേ. ഇന്നുള്ളവരെ പോലെയല്ല നമ്മളെന്ന് വെച്ചാൽ അത്രയും സന്തോഷം ഇല്ലാതെ കൊണ്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇത്രപ്പോലത്തെ ഒരു സാധനം കിട്ടുമ്പോൾ അത് നമുക്ക് വലിയൊരു കാര്യമാണ്. വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സന്തോഷമുള്ളൊരു കാലവും ഇല്ല. ഇന്നത്തെ മക്കളോട് ചോദിച്ചാൽ നിങ്ങൾക്കത് വേണം, എനിക്ക് വേണ്ട. എന്തൊരു കാര്യം ഇന്നിപ്പോൾ ഒരു ചായ വേണമെന്ന് ചോദിച്ചാൽ ഒരു മക്കൾ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ പറയും നമുക്ക് ഫ്രൂട്ട്സ് വരുത്താം. അങ്ങനെ ടൗണിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, അവിടെ ഫോണിൽ വിളിച്ചു സാധനം ഇവിടെ എത്തി അവർ തിന്നു. ഷവർമ്മ മറ്റേത് മറിച്ചത് ഇങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു ഷവർമ്മ പോയിട്ട് നമ്മളൊരു ഐസ്ക്രീം വേണ്ടിയിട്ടില്ല, നമുക്കൊന്നും അറിയില്ല ഐസ്ക്രീം ഒന്നും. അതുകൊണ്ട് ഇന്നും വേണ്ടെന്നാണ്. ഇന്നും അഥവാ കുടിക്കുന്നുണ്ട് ഒരു വെള്ളമാണ് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ടിട്ടുള്ള ഒരു നാരങ്ങ ലൈം ഒരു തണുത്ത വെള്ളത്തിൽ, അതാണ് ആകെ കുടിക്കാൻ എനിക്കറിയാം. ബാക്കിയുള്ള ഒരു ജ്യൂസും എനിക്ക് കുടിക്കാൻ പറ്റില്ല, ഞാൻ കുടിക്കലില്ല. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഇന്നിപ്പോൾ ഇത്തിരി വരുന്നില്ല. ഇന്നും നാളെയും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. നന്ദി, നമസ്കാരം.